Good morning all. Today we are discuss about the topic importance of planning. Planning is the basic element required in every organization. Without planning, an enterprise cannot achieve its organizational objectives. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ബേസിക് എലമെൻറ്റ് കൂടിയാണ്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്ങിൻ്റെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മുടെ പ്ലാനിങ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ട് വേണം ഓരോ പ്ലാനുകളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലാനിനനുസരിച്ച് മാത്രമേ നമ്മൾ ആ പ്ലാനുകളായിരിക്കും ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ബേസിസിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റിനെയൊക്കെ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ടെക്നോളജിയിൽ ചേഞ്ചസ് വരിക, അതുപോലെ ടേസ്റ്റ് ആൻഡ് ഫാഷന് ചേഞ്ചസ് വരിക, എൻവയോൺമെൻറ്റ് കണ്ടീഷനിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അതിനൊക്കെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. വെൽ കൺസിഡേർഡ് ഓവറോൾ പ്ലാൻ യൂണിഫൈ ഇൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഓവറോൾ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എല്ലാ പ്ലാൻസും എന്ത് ചെയ്യാണ്, കോർഡിനേഷൻ ഉണ്ടായിരിക്കും. ആ എല്ലാ പ്ലാനുകളും കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഓവറോൾ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. കൺട്രോൾ കനോട്ട് ബി എക്സസൈസ് വിത്തൗട്ട് പ്ലാനിങ് ഇല്ലാണ്ട് കൺട്രോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കൺട്രോളിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് എത്രത്തോളം ആക്ച്വലായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഈ സ്റ്റാൻഡേർഡും അതുപോലെ ആക്ച്വൽ പെർഫോമൻസും കമ്പയർ നടത്തിയിട്ടാണ് കൺട്രോൾ നോക്കുന്നത്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് എ ഡിഫറൻസ്, പ്രോപ്പർ സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു കറക്റ്റ് ഇറ്റ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 100 ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ട് 100 ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ച്വലായിട്ട് അവർ 96 അവർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു 4 അതെന്താണ്, അത് കൺട്രോൾ ചെയ്യണം. അത് ആണ് അവർക്ക് അതിന് ഇനീഷ്യൽ സ്റ്റെപ്പൊക്കെ എടുക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ബ്രിങ്സ് എക്കണോമി ഇൻ ടു ഓപ്പറേഷൻ. പ്ലാനിങ് എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമി ഇൻ ടു ഓപ്പറേഷൻ. അതായത് പുതിയ എക്കണോമിയിലുള്ള പുതിയ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് എത്രത്തോളം വേണം, അതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, വേസ്റ്റേജസ് ഒഴിവാക്കാൻ പറ്റും. കാരണം എത്രത്തോളം ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അപ്പോൾ അത്രയും ആൾക്കാർ എന്ത് ചെയ്യാം, അവിടെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും നടത്താം. അതുപോലെ റോ മെറ്റീരിയൽസ് ഒക്കെ ഒരു പ്രൊഡക്ഷന് എത്രയാണെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വേസ്റ്റേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് എൻഹാൻസസ് എഫിഷ്യൻസി. പ്ലാനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഈ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് മോട്ടിവേഷൻ. പ്ലാനിങ് മോട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ടാർഗറ്റ് എത്രയാണെന്ന് ഇവർ വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനൊരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ അവർ വർക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ദി ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, ഇതിൽ കുറേ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് എക്സ്പെൻസീവ് ആണ്. അതായത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസീവ് എന്ന് പറയുകയാണെങ്കിൽ പ്ലാനിൽ ഒരുപാട് എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്യാൻ, ഡാറ്റ അനാലിസിസ് ചെയ്യാൻ, അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ പ്ലാനിങ്ങിനും സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിനൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തണം. അപ്പോൾ ഇത് എന്താണ്, ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ഇത് സ്മോൾ അതുപോലെ മീഡിയം ഫേംസിനൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്.
2 എന്ന് പറയുന്നതാണ് ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. അപ്പോൾ പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ ഇൻഫർമേഷൻസ് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണം. ആ റിലയബിൾ ഡാറ്റ ആണെങ്കിൽ മാത്രമേ പ്ലാനിങ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റൂ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിലയബിൾ ഡാറ്റയുടെ കുറവുണ്ടാകുന്നത് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്. എക്സ്പെൻസീവിൻ്റെ പോലെ തന്നെ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇതിനും എന്ത് വേണം? കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഒരു പ്ലാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ഇനീഷ്യേഷൻ. എവരി വൺ ഈസ് റിക്വയർഡ് ടു വർക്ക് ആസ് പെർ പ്ലാൻ. എല്ലാവരും എന്താണ് പ്ലാനിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കായിട്ട് അവരുടെ ഓൺ ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ പ്രോപ്പർ റൂമും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവർ മുൻകൈ എടുക്കുന്ന ആ കാര്യങ്ങൾ അതിനൊരു റെസ്ട്രിക്ഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാരണം വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ പ്ലാനിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് എൻകറേജസ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. എവറി മാനേജർ തിങ്സ് ദാറ്റ് ഹി ഹാസ് ടു വർക്ക് അക്കോർഡിംഗ് ടു പ്ലാൻ. അതായത് എല്ലാ മാനേജേഴ്സിനും ഇവരെന്ത് ചെയ്യാണ്? അവർ ചിന്തിക്കുകയാണ് നമ്മൾ ഈ പ്ലാനിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? അവരുടെ സെക്യൂരിറ്റി കുറവാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ്. ദ റേറ്റ് ആൻഡ് നേച്ചർ ഓഫ് ടെക്നോളജി ചേഞ്ചസ് പ്രസൻറ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ പ്ലാനിങ്. അതായത് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഡിഫിക്കൽട്ടാണ് പ്ലാനിങ്ങിന്. കാരണം നമ്മളിപ്പോൾ നിലവിലുള്ള ടെക്നോളജി ആയിരിക്കില്ല പിന്നീട്. അതിനെന്താണ് ടെക്നോളജി ഡേ ടു ഡേ നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് പ്ലാനിങ്ങിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷനാണ്. ഇവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുക, ടെക്നോളജി ചേഞ്ചസ്, അതുപോലെ ഗവൺമെൻറ് പോളിസീസൊക്കെ. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് GST കൊണ്ടുവന്നു, അതുപോലെ ഡിമോണിറ്റൈസേഷൻ, അതൊക്കെ ഗവൺമെൻറ് പോളിസീസാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ പ്ലാനിങ്ങിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് എന്ന് പറയും ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. വി നോ ദാറ്റ് ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലാനിങ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അതിന് തെറ്റുകൾ സംഭവിക്കാം. അതും ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇൻറ്റീഗ്രൽ പാർട്ട് ഓഫ് ടുഡേയ്സ് ബിസിനസ് മാനേജ്മെൻറ്റ്. നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്തിനാണ് ഡിസിഷൻ എടുക്കുക? എന്താണ് ഡിസിഷൻ? അതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മളൊരു സിറ്റുവേഷൻ വരികയാണ്, ആ സിറ്റുവേഷനിൽ ഒരുപാട് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ ആ ഡിസിഷൻ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ഹെയ്നസ് ആൻഡ് മെയ്സി, എ ഡിസിഷൻ ഈസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് ഈസ് കോൺഷ്യസ്ലി ചൂസൺ ഫോർ അച്ചീവിങ് എ ഡിസയേർഡ് റിസൾട്ട്. ഇയാളുടെ അഭിപ്രായത്തിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് ഓഫ് ആക്ഷനാണ് വിച്ച് ഈസ് കോൺഷ്യസ്ലി ചൂസൺ ഫോർ അച്ചീവിങ് എ ഡിസയേർഡ് റിസൾട്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷനാണെന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇൻ ദി വേർഡ്സ് ഓഫ് ട്രെവന്ത ആൻഡ് ന്യൂപോർട്ട്, ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് ദി സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എമംഗ് 2 or more പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് എ സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം. നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസിൽ നമ്മൾ ഈ ടെക്നോളജി ഈ ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. It implies a choice choosing from among two or more alternative course of action. അതായത് നമ്മളിതൊരു ചോയ്സാണ്, ഇത് രണ്ടോ മൂന്നോ ആൾട്ടർനേറ്റീവ്സിന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു സോഴ്സാണ് എന്ത് ചോയ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനും അതുപോലെ അവൈലബിലിറ്റിക്കൊക്കെ അനുസരിച്ച് ഏത് സ്ഥലമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുന്നത്, അത് നമ്മൾ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊരു ചോയ്സാണ്. പിന്നെ ഇറ്റ് ഈസ് എ സെലക്ഷൻ പ്രോസസ്സ്, അതായത് നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ എൻഡ് ചെയ്യുന്നതല്ല, ഇതെന്താണ് വീണ്ടും വീണ്ടും നമുക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി, അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നതാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എവറി ഡിസിഷൻ എഫക്ട്സ് ദി പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ പാസ്റ്റത്തെ കാര്യം നോക്കണം, പോലെ ഇപ്പോൾ പ്രസൻറ്റ് ഈ ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, അതുപോലെ ഫ്യൂച്ചറിനെയും കാര്യങ്ങളെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നൊരു ഡിസിഷനാണ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസിഷൻ ഹാവ് വൈഡ് റേഞ്ചിങ് ലോങ് ടേം ആൻഡ് ലാസ്റ്റിംഗ് എഫക്റ്റ്. ഡിസിഷൻസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ചിങ്ങും അതുപോലെ ലോങ് ടേം ആയിരിക്കും, ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കുക. ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു എഫക്റ്റൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിസിഷൻസാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഫീച്ചറിൽ. നെക്സ്റ്റ് ഡിസിഷൻസ് ആർ ദി ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഡിസിഷൻ പറയുന്നത് മാനേജ്മെൻറ്റ് ടൂളാണ്. ഡിസിഷൻ നമ്മൾ ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിസിഷൻ ചെയ്യുമ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക, അതിനെന്തൊക്കെ പ്രോസസ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈനിങ് പ്രോബ്ലംസ്. If a problem is identified and defined, half of the decision making process is over. നമ്മൾ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റായി ഡിഫൈൻ ചെയ്താൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ പകുതി പ്രശ്നം തീർന്നു. ദ പ്രോബ്ലം ക്യാൻ ബി ഐഡൻറ്റിഫൈ ത്രൂ ഒബ്സർവേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെ, നമ്മൾ ഒരാളെ ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നിരീക്ഷിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, ഈ പ്രോബ്ലം എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആഫ്റ്റർ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. നമ്മൾ പ്രോബ്ലം കണ്ടെത്തിയതിന് ശേഷം, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യണം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിസിഷനും ചെയ്യുന്നത്. ഫോർ ദിസ് പർപ്പസ് ഓൾ പോസിബിൾ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു വിത്ത് ദി പ്രോബ്ലം ഈസ് ടു ബി കളക്റ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് ഓരോ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യണം ഓരോ സോഴ്സിൽ നിന്ന്. ഇപ്പോൾ ടൂറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം, അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സീക്ക് ഫാക്ട്സ്. ആഫ്റ്റർ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ദ മാനേജർ ഷുഡ് സെർച്ച് ആൻഡ് കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ബിയറിംഗ് ഓൺ ദി പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, മാനേജർ സെർച്ച് ചെയ്യുകയാണ്, അതുപോലെ കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ബിയറിംഗ് ഓൺ ദ പ്രോബ്ലത്തിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ദ ഇൻഫർമേഷൻ ഈസ് നെസസറി ടു നോ വൈഡ് റേഞ്ച് ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആ കിട്ടുന്ന ഇൻഫർമേഷനിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കണം. ഇൻഫർമേഷൻ ഓൾസോ ഷുഡ് ബി collected with regard to environmental factors such as political, economic and social factors. ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയിട്ട് വേണം
ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതുപോലെ ഡിഫൈൻ ചെയ്തു. രണ്ടാമത്തേൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. മൂന്നാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. After defining and collecting a wide range of information, the next step is to determine the available alternative course of action that can be used to solve the problem. നമ്മൾ എന്ത് ചെയ്തു, ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു. അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവൈലബിൾ ആൾട്ടർനേറ്റീവ്, ആ ഇൻഫർമേഷൻസിന് അനുസരിച്ച് എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, നമുക്ക് എന്തൊക്കെയാണ് എടുക്കാൻ പറ്റിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കണം. അപ്പോൾ ഓൺലി റിയലിസ്റ്റിക് ആൻഡ് വേരിയബിൾ ആൾട്ടർനേറ്റീവ്സ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡേർഡ്. അതായത് റിയലിസ്റ്റിക്കും അതുപോലെ വേരിയബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ടൈം, അത് നമ്മുടെ സമയപരിധി, അതുപോലെ കോസ്റ്റിൻ്റെ ഒക്കെ തടസ്സങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം സൊല്യൂഷനുള്ള ആൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ആൾട്ടർനേറ്റീവ്സ് ആർ ഡെവലപ്ഡ് വൺസ്, ദാറ്റ് മീൻസ് ദ ആൾട്ടർനേറ്റീവ്സ് സെലക്റ്റഡ് മെ നോട്ട് ബി കോപ്പി ഓഫ് ഓൾഡ് വൺസ്. നമ്മൾ ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ആൾട്ടർനേറ്റീവിൻ്റെ കോപ്പി ആവാൻ പാടില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ്, ദ ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ടെക്നിക് മേ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവ്. നമ്മൾ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അതുപോലെ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. നമ്മളെ ഇത് നല്ലതാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് വൈൽ ലിസ്റ്റിംഗ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഈ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏതാണ് പോസിബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. ഈ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക, ഇത് സ്ക്രീൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതൊന്ന് വിശകലനം ചെയ്യുക. അത് ഈ ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് ആക്ഷൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഔട്ട്കം എന്താവും, അല്ലോ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുന്നു, എല്ലാത്തിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. Evaluation is done against a set of criteria and alternatives are ranked in order of their soundness. അതായത് ഇത് കുറച്ച് ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് വേണം ഈ ഒരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് ക്രൈറ്റീരിയാസാണ് എലമെൻറ്റ് ഓഫ് റിസ്ക്. അതായത് നമ്മളൊരു ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും ആദ്യം നോക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് എക്കണോമി ഓഫ് എഫേർട്ട്. എത്രത്തോളം എഫേർട്ട് അതിന് എടുക്കണം, അതുപോലെ അതിൻ്റെ റിസോഴ്സസൊക്കെ അവൈലബിൾ ആണോ, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എത്രയാണെന്നുള്ളതൊക്കെ നോക്കിയതിൻ്റെ ബേസിസിൽ വേണം ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സെലക്ഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ്. അതായത് ഈ ആൾട്ടർനേറ്റീവിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടും നമുക്ക് പോസിബിളും റിസ്ക്കും ഒക്കെ കുറവുള്ള ഒരു ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യലാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ ഈ സെലക്ട് ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് അത് അവിടെ നടപ്പിലാക്കുക, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി പ്ലാനിങ്ങിൻ്റെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. എന്തൊക്കെ തടസ്സങ്ങളാണ് ഒരു നല്ല പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഓഫ് അക്യുറേറ്റ് പ്രിമിസിങ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് സേർട്ടൻ അസംഷൻ്റെ ബേസിസിലാണ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നത്, വിച്ച് ആർ ഡിറ്റർമൈൻഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ പ്ലാനിങ് ഈസ് ദി ഡിഫിക്കൽട്ടി ഓഫ് ഫോർമുലേറ്റിംഗ് ദി കറക്റ്റ് പ്ലാനിങ് പ്രിമിസസ്. കറക്റ്റ് പ്ലാനിങ് പ്രിമിസസ് വേണം എന്ത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത് ഒരു ബാരിയേഴ്സാണ്, ഇഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു തടസ്സമാണ്. അതായത് നമ്മൾ പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം അത് കറക്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്ലാനിങ് മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ്.
അതായത് രണ്ടാമത്തേന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആസ് എ വോൾ ഈസ് വൺ ഓഫ് ദി ബാരിയർ ഓഫ് പ്ലാനിങ്. അതായത് നമുക്ക് പ്ലാനിങ് ചെയ്യാനുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ക്ലൈമറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലാനിങ്ങിന് മെയിൻ തടസ്സം ഉണ്ടാവും. അപ്പോൾ നെയർ മേ ബി ലാക്ക് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കുക, അതുപോലെ മാനേജേഴ്സും സുപ്പീരിയേഴ്സും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ക്ലൈമറ്റ് ഇല്ലെങ്കിൽ അത് പ്ലാനിങ്ങിൻ്റെ എഫക്റ്റീവ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു തടസ്സമാണ്. നെക്സ്റ്റ്, ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി. At the time of planning, the objectives of the organization, its policies, procedures, rules, programs, etc. are determined. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ടൈമിലാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ അതിൻ്റെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് ഡിഫിക്കൽട്ടാണ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓരോ ടൈമിനനുസരിച്ച് ചേഞ്ചസ് ഇൻ ടൈം ആൻഡ് എഗെയിൻ, അത് ചേഞ്ചസ് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി ചേഞ്ചസ് നമുക്ക് വരുത്താണ്ടിരിക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിനുള്ള ഒരു തടസ്സമാണ്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ ഇൻഫ്ലെക്സിബിലിറ്റി. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഫ്ലെക്സിബിൾ അല്ലാണ്ടിരിക്കുന്നെങ്കിൽ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കൺട്രോള്, അതുപോലെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്ലെക്സിബിൾ അല്ലാണ്ടിരിക്കുമ്പോഴും അത് എഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിന് തടസ്സം നേരിടുന്നുണ്ട്. നെക്സ്റ്റ്, അൺസേർട്ടനിറ്റി പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് അൺസേർട്ടനിറ്റിനെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമല്ല അണ്ടെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പ്ലാനിങ്ങിൻ്റെ വലിയൊരു ബാരിയറായിട്ട് വരും. നെക്സ്റ്റ്, ഇന്നബിലിറ്റി ടു പ്ലാൻ ഓർ ഇൻഅഡ്യൂക്കേറ്റ് പ്ലാനിങ്. അതായത് പ്ലാനിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാണ്ടിരിക്കുക, മാനേജേഴ്സിന് അതിനുള്ള ഒരു എബിലിറ്റി ഇല്ലാണ്ടിരിക്കുക. അതുപോലെ അവർ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഒന്നുമല്ല അവർ ചെയ്യുന്നതെങ്കിൽ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് ബാരിയേഴ്സ് സംഭവിക്കാം. നെക്സ്റ്റ്, സബ്സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ. Facts that are out of date, of poor quality or insufficient quantity can be major barriers of planning. സബ്സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡാറ്റ ഔട്ട് ഓഫ് ഡേറ്റ് ആവുക എന്ന് വെച്ചാൽ ഡാറ്റ മുന്നത്തെ ഡാറ്റയാണ്, അത് നമുക്ക് ക്വാളിറ്റി ഇല്ലാണ്ടിരിക്കുക, അതുപോലെ ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി, ഇതൊക്കെ എന്താണ് പ്ലാനിങ്ങിൻ്റെ ബാരിയേഴ്സാണ്. അങ്ങനെയൊക്കെ ഇത്രയും ബാരിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിന് തടസ്സം നേരിടും. നെക്സ്റ്റ്, പ്രൊസീജിയറൽ ഇൻഫ്ലെക്സിബിലിറ്റി. പ്രൊസീജിയറിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മൾ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് പുതിയ ചേഞ്ചസ് വരുമ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുക, ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിലാണെങ്കിൽ അതും പ്ലാനിങ്ങിന് തടസ്സം വരും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് നോളജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. നമ്മൾ ടെക്നിക്കുകളൊക്കെ ഓരോ പ്ലാനിങ്ങിന് ഓരോ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ടെക്നിക്സൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള നോളജ് നമുക്കില്ലെങ്കിൽ, മാനേജേഴ്സിന് ഇല്ലെങ്കിൽ ആ പ്ലാനിങ് ഇഫക്റ്റീവ് ആവില്ല. നെക്സ്റ്റ്, ടെക്നിക്കൽ പ്രോബ്ലംസ്. അതായത് ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് പ്ലാനിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് വന്നിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കൽ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ പ്ലാനിങ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല, അതൊരു ബാരിയറാണ്. പിന്നെ സൈക്കോളജിക്കൽ ഡിഫിക്കൽറ്റീസ്, അതായത് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക, പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക, അതുപോലെ ഓരോ ആക്ടിവിറ്റീസിനും അവരെന്ത് ചെയ്യുക, അവർക്ക് പേടി ഉണ്ടാവുക, അതായത് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പേടി തോന്നുക, അങ്ങനെയൊക്കെ ഓരോ സൈക്കോളജിക്കൽ ഡിഫിക്കൽറ്റീസൊക്കെ പ്ലാനിങ്ങിൻ്റെ ഒരു ബാരിയറാണ്. പിന്നെ കൺസ്ട്രെയിൻസ്, അതായത് പ്ലാനിങ് നടത്തുമ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് വരികയാണ്, എന്ന് വെച്ചാൽ തടസ്സങ്ങൾ നേരിടുകയാണ്. അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്ലാന്റ് മെഷീനറിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ തടസ്സങ്ങളൊക്കെ എന്താണ്, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പ്ലാനിങ് ആണ്. പിന്നെ റിലക്റ്റൻസ് ഓഫ് മാനേജേഴ്സ്, ലാസ്റ്റ് ബാരിയേഴ്സ് ആണ് റിലക്റ്റൻസ് ഓഫ് managers. Another barrier to effective planning is the reluctance on the part of some managers to establish goals for themselves and their units of responsibility. The main reason for this reluctance is lack of confidence or ഫിയർ ഓർ ഫെയിലിയർ. അതായത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മാനേജേഴ്സിന് എന്തുണ്ടാവുകയാണ്, പേടി തോന്നുക, അതുപോലെ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക, പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആകുമ്പോഴൊക്കെ ഈ റിലക്റ്റൻസ് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഇഫക്റ്റീവ് പ്ലാനിങ്
ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. അപ്പം ഇത്രയാണ് പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, പ്ലാനിങ് പ്രോസസ്, മെറിറ്റ്സ്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് പ്ലാൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്.